നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സച്ചിൻ തെണ്ടുൽക്കർ കരുത്തോടെ നയിച്ചിരുന്ന മുംബൈ ഇന്ത്യൻസിന്റെ പതനം ആരാധകർക്ക് വിശ്വസിക്കാനേ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയപ്പോൾ കൈയടിച്ചാണ് ചില ആരാധകർ സ്വീകരിച്ചത്. എന്നാൽ ലോക പരാജയത്തോടെ കൂവി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അടിമുടി പാളിയ സീസണിന്റെ അവസാന മത്സരത്തിൽ ആശ്വാസ ജയം തേടിയിറങ്ങിയ മുംബൈ ഇന്ത്യൻസിന്റെ പ്രതീക്ഷകൾ ലക്നൌ സൂപ്പർ ജയൻസിന്റെ തല്ലിക്കെടുത്തുകയായിരുന്നു. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ മികവ് പുലർത്തിയ ലക്നൌ മുംബൈക്കെതിരെ 18 റൺസ് ജയവുമായി സീസണിലെ പോരാട്ടങ്ങൾക്ക് കർട്ടനിടുകയായിരുന്നു. 14 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റ് ആയെങ്കിൽ നെറ്റ് റൺ റേറ്റിൽ പിന്നിലാണ് ലക്നൌ പ്ലേ ഓഫ് കാണാതെ പുറത്താകുന്നത്. സീസണിലെ 10ാം തോൽവിയുമായി തലതാഴ്ത്തിയാണ് മുംബൈയുടെ മടക്കം. സ്കോറ് ലക്നൌ 20 ഓവറിൽ 6-ന് 214, മുംബൈ 20 ഓവറിൽ 6-ന് 196 എന്നിങ്ങനെയാണ്. 38 പന്തിൽ 3 സിക്സും 18 ഫോറും അടക്കം 68 റൺസുമായി മുന്നിൽ നിന്ന് നയിച്ച മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആശിച്ച തുടക്കമാണ് മുംബൈക്ക് നൽകിയത്. സഹ ഓപ്പണറും അതേ രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. രോഹിത്തിന് മികച്ച പിന്തുണ നൽകിയതോടുകൂടി മത്സരം മുംബൈ ജയിക്കുമെന്ന് തോന്നിച്ചെങ്കിലും മധ്യ ഓവറുകൾ തുടർച്ചയായി വിക്കറ്റ് വീഴ്ത്തിയതും റണ്ണൊഴുക്ക് പിടിച്ചു നിർത്തിയതും മികവ് കാട്ടി ലക്നൌ ബോളർമാർ മുംബൈ ആരാധകരെ നിരാശരാക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. നേരത്തെ തന്നെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ലക്നൌവിന് ക്യാപ്റ്റൻ KL രാഹുൽ 41 പന്തിൽ 55, നിക്കോളാസ് പുരാൻ 29 പന്തിൽ 75 എന്നിവരുടെ പ്രകടനമാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. ആദ്യ ഓവറിൽ ഓപ്പണർ ദേവദത്ത് പടിക്കൽ, പിന്നാലെ മാർക്സ് സ്റ്റോയിനിസ്, അതുപോലെ തന്നെ ദീപക് ഹൂഡ എന്നിവരെ നഷ്ടമായതോടുകൂടി 3-ന് 69 എന്ന നിലയിലേക്ക് വീണ ലക്നൌവിനെ തിരികെ കൊണ്ടുവന്നത് 4ാം വിക്കറ്റിൽ ഒന്നിച്ച രാഹുൽ പുരാൻ സഖ്യമാണ്. അതേസമയം ക്യാപ്റ്റൻ എന്ന നിലയിൽ ജയത്തിനും തോൽവിക്കുമല്ല പ്രാധാന്യം നൽകുന്നത് എന്ന് മുംബൈ ഇന്ത്യൻസ് താരം ഹർദിക് പാണ്ഡ്യ പറഞ്ഞു. പോയിന്റിന് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ മുംബൈ ഇന്ത്യൻസ് നേരത്തെ തന്നെ IPL നിന്ന് പുറത്തായിരുന്നു. വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റാണ് മുംബൈ ഇന്ത്യൻസിന്റെ എതിരാളികളെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ മുംബൈക്ക് ഒരു മുൻകൈ ഉണ്ട് എന്ന് കരുതിയെങ്കിലും വമ്പൻ തോൽവി തന്നെയായിരുന്നു. എന്റെ ക്യാപ്റ്റൻസി വളരെ സിമ്പിളാണ്. മറ്റ് 10 താരങ്ങൾക്കൊപ്പം ഹർദിക് പാണ്ഡ്യയും കൂടി കളിക്കുന്നു. സഹതാരങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക, അവരെ സ്നേഹിക്കുക, താരങ്ങൾ 100% മുകളിലുള്ള പ്രകടനം തന്നെ പുറത്തെടുക്കാൻ ശ്രമിക്കുക. ഞാൻ ഫലം അടിസ്ഥാനമാക്കി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളല്ല, കളിയെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം എന്നാണ് ഹർദിക് പാണ്ഡ്യ പറഞ്ഞിട്ടുള്ളത്. 2024 IPL സീസണിന് തൊട്ടു മുൻപായിരുന്നു ഹർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനായി നിയമിച്ചത്. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയ മുംബൈ മാനേജ്മെന്റിന്റെ നടപടി ആരാധകർക്ക് രസിച്ചിരുന്നില്ല. ടീം തുടർച്ചയായി തോൽക്കുക കൂടി ചെയ്തതോടുകൂടി ഹാർദിക് പാണ്ഡ്യയെ സ്വന്തം ആരാധകർ തന്നെ കൂവി വിടുകയായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ താരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും രൂക്ഷമായി തുടരുകയാണ്.